ഹലോ ഗൈസ്, ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു ഞങ്ങൾ പുതിയൊരു വിഭവമായി. ഇന്നുണ്ടാക്കുന്നത് ചട്ടിയിലപ്പമാണ്. പഴയകാല ഓർമ്മ പുതുക്കലുമായിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. അതിനാവശ്യമായ അരിപ്പൊടി, തേങ്ങ ചിരവിയത്, ചെറിയുള്ളി, ഉപ്പ്, ആവശ്യമായ വെള്ളം. ഇതിലേക്ക് നമ്മളിവിടെ വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് കുഴമ്പ് രൂപത്തിൽ മിശ്രിതമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാചകം ചെയ്യാം. ആപ്പച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇവിടെ ചേരുവ ചേർത്ത് വെച്ച അരിപ്പൊടി നമുക്ക് ഒഴിക്കാവുന്നതാണ്. ആപ്പച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ചെറിയതായിട്ട് ഉണ്ടാക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് വയ്ക്കാം. അടച്ചു വയ്ക്കാവുന്നതാണ്. നമ്മുടെ ചട്ടിയിലപ്പം ഇവിടെ തയ്യാറാണെന്ന് നമുക്ക് നോക്കാം. ആവുന്നേ ഉള്ളൂ. ഒന്ന് മറിച്ചിടാം. വേണമെങ്കിൽ ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് തിരിച്ചിടാവുന്നതാണ്. ചട്ടിയിലപ്പം ആയിട്ടാണ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി രണ്ട് വശങ്ങളും ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചട്ടിയിലപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കട്ടൻ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അമ്മ ചട്ടിയിലപ്പം കട്ടൻ ചായയാണ് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും 4 മണി പലഹാരമായിട്ട് തരാറുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു നോക്കാം. അവർക്ക് നല്ല ഹെൽത്തിയാണ്, ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. ചട്ടിയിലപ്പം കട്ടൻ ചായയും നമുക്ക് കഴിച്ചു നോക്കാം. ചട്ടിയിലപ്പം കഴിച്ച് നോക്കട്ടെ. ടേസ്റ്റിയാണ്. പഴയകാല ഓർമ്മകൾ വരുന്നുണ്ട്. ബൈ ബൈ.